ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. ഗെത്സെമൻ ബസലിക്ക, ദ ബസലിക്ക ഓഫ് ദ അഗണി, വ്യാകുലത്തിൻ്റെ പള്ളി. ഗെത്സെമൻ തോട്ടത്തിൽ കർത്താവ് തീവ്രവേദന അനുഭവിച്ച് പ്രാർത്ഥിച്ച ആ സ്ഥലത്ത് 372-93 കാലഘട്ടത്തിൽ തെയഡോഷ്യസാണ് ആദ്യത്തെ ദേവാലയം പണിയുന്നത്. 4-ാം നൂറ്റാണ്ടിലെ സ്പാനിഷ് തീർത്ഥാടക എജേരിയ ഇവിടെ കമനീയമായ ഒരു ദേവാലയം ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഈ സുന്ദരമായ ബസലിക്ക നശിപ്പിക്കപ്പെടുന്നത് 614 പേർഷ്യൻ ആക്രമണത്തിലാണ്. ഇതിനുശേഷം കുരിശുയുദ്ധക്കാർ ഇതിനെ വീണ്ടും പടുത്തുയർത്തുന്നു. അവർ സെൻറ്റ് സേവിയർ രക്ഷകൻ്റെ പള്ളിയായിട്ടാണ് ഇതിനെ പടുത്തുയർത്തുക. പിന്നീട് വന്ന മുസ്ലിം ആക്രമണത്തിൽ ഇത് തകർക്കപ്പെടുന്നു. 1891 മുതലാണ് ഇവിടെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടക്കുന്നത്. കുരിശുയുദ്ധക്കാരുടെ കാലഘട്ടത്തിലെ പള്ളിയുടെയും ബൈസൻ്റെയും കാലഘട്ടത്തിലെ പള്ളിയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അവയ്ക്ക് മുകളിൽ ഒരല്പം സ്ഥലമാറ്റത്തോടുകൂടെ പുതിയ ബസലിക്കയുടെ നിർമ്മിതി തുടങ്ങുന്നു. 1924 അന്റോണിയോ ബെർലുച്ചിയാണ് ഈ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കുക. ഇതിന് ചർച്ച് ഓഫ് ഓൾ നേഷൻസ്, ജനതകളുടെ ദേവാലയം എന്നുകൂടി നാമമുണ്ട്. കാരണം ഇതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ഡോമുകൾ ഓരോ രാജ്യത്തിൻ്റെ പേരുകളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ അരണ്ട വെളിച്ചമാണ്, ഒരു നീല കലർന്ന വയലറ്റ് കളർ. അരണ്ട വെളിച്ചം പ്രാർത്ഥനയുടെ അരൂപി നിലനിർത്താൻ കർത്താവ് ഗെത്സമനിയിൽ തീവ്ര വേദനയോടുകൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മയിൽ ഇന്ന് ചെല്ലുന്നവരും ഒരു ആരാധനോ മനോഭാവത്തിൽ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചം. ആൾത്താരയുടെ നേരെ മുമ്പിൽ ഒരു പാറയാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഈ പാറ കുരിശുയുദ്ധ കാലഘട്ടത്തിൽ കർത്താവ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിൻ്റെ മുട്ടിൻ്റെ അടയാളമുള്ള പാറയാണ്. ഇതിൻ്റെ ചുറ്റുമുള്ള ഗ്രില്ല് ഓസ്ട്രേലിയക്കാരുടെ സംഭാവനയാണ്. ഇതിൻ്റെ ആൾത്താരയുടെ നേരെ മുകളിൽ ഈ രംഗം തന്നെയാണ് മൊസായിക്കിൽ ചിത്രീകരിച്ചിരിക്കുക. കർത്താവ് പാറമേൽ മുട്ടുമേൽ കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്ന രംഗം. അതിൻ്റെ 2 വശത്ത് യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്ന രംഗവും പടയാളികൾ കർത്താവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്യുന്ന രംഗവുമാണ്. പള്ളിയുടെ പ്രധാന കവാടത്തിൽ 4 സുവിശേഷകന്മാരുമുണ്ട്. പുസ്തകം പിടിക്കുന്ന മനുഷ്യൻ, മത്തായിയുടെ സുവിശേഷം, ജീനിയോളജി അവതരിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ മനുഷ്യത്വം അവതരിപ്പിക്കുന്ന സുവിശേഷം, മർക്കോസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സിംഹം, സിംഹഗർജനം, മരുഭൂമിയിൽ ഗർജിക്കുന്നവൻ, ശക്തമായിട്ടുള്ള അവതരണം, ലൂക്കായെ അവതരിപ്പിച്ചുകൊണ്ട് കാള, ബലിമൃഗം, പ്രവാചകനും പുരോഹിതനുമായിട്ടുള്ള ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിനാൽ യോഹന്നാൻ്റെ അടയാളമായിട്ടുള്ള ഈഗിൾ, ദൈവത്തിൻ്റെ ദൈവിക സ്വഭാവവും സ്വർഗത്തിലേക്കുള്ള ഉന്നതങ്ങളിലേക്കുള്ള യാത്രയും അനുമാനിച്ചുകൊണ്ട് പള്ളിയുടെ മുഖവാരത്തിലേക്ക് വന്നാൽ ലോകത്തിൻ്റെ മുഴുവൻ വേദനകളും യാതനകളും ഏറ്റെടുത്ത് പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന ക്രിസ്തുവിനെയാണ് അവിടെ ചിത്രീകരിക്കുക. ഹെബ്രായ ലേഖനം 5:7. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു ലോകത്തിൻ്റെ മുഴുവൻ വേദനകളും യാചനകളും തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനെ സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു. ഇതാണ് അതിൻ്റെ അടിയിൽ എഴുതി വച്ചിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻ. ഏറ്റവും മുകളിൽ കുരിശാണ്. കുരിശിലേക്ക് നോക്കി നിൽക്കുന്ന 2 പേടമാനുകൾ. 42-ാം സങ്കീർത്തനമാണ് വീണ്ടും ഇവിടെ ഓർക്കുക. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ഗെത്സമനി ഈ ഒരു മുന്നറിയിപ്പാണ്. ദൈവത്തെ തേടാൻ, എല്ലാം ദൈവത്തിൽ സമർപ്പിക്കാൻ, ജീവിതത്തിൻ്റെ വേദനകളും യാതനകളുമെല്ലാം ക്രിസ്തുവിനോട് ചേർത്ത് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക്, ദൈവത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ഗോധായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.